ഇയാളുടെ കയ്യിൽ നോക്കുമ്പോൾ കയ്യിൽ നിന്ന് പുക വന്നുകൊണ്ട് പെട്ടെന്ന് അയാൾ ഷർട്ട് ഒരു ഫുൾ ബോഡി നോക്കുകയാണ്. അയാൾ കൈത്തണ്ടയിൽ വിരലുകൊണ്ട് അമർത്തിയതും കയ്യിലെ നഖം ഇളകിപ്പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ 2 USB പോർട്ട് ഉണ്ടാവുകയാണ്. പിന്നീട് പെട്ടെന്ന് കൈ ഒരു മെഷീൻ ഗണ്ണായി മാറുകയാണ്. അതിൽ നിന്ന് അയാൾ കഴിച്ച ഫുഡ് ഫയർ ചെയ്തു വരികയാണ്. വീണ്ടും അയാൾ ദേഹത്തൊക്കെ തൊട്ടു നോക്കുകയാണ്. അപ്പോഴാണ് കഴുത്തിന്റെ അവിടെ എന്തോ തടയുന്നതായി തോന്നിയത്. അയാളത് പ്രസ് ചെയ്തതും അയാളുടെ തല ഓപ്പൺ ആവുകയാണ്. അവിടെ തലച്ചോറിന് പകരം മെക്കാനിക്കൽ പാർട്സ് ആയിരുന്നു. അയാൾ സാവധാനം എഴുന്നേറ്റ് കണ്ണാടിയിൽ വന്ന് നോക്കുന്നതും അയാളാകെ ഞെട്ടുകയാണ്. അപ്പോൾ അയാളുടെ 2 കൈകളും മെഷീൻ ഗണ്ണായി മാറുകയാണ്. പിന്നീട് അത് നോർമൽ ആവുകയുമാണ്. കുറച്ചു സമയം കഴിഞ്ഞ് അയാൾ പുറത്തു പോകുമ്പോൾ ഒരു പ്രാവ് അവിടെ എന്തോ അപകടം പറ്റി നിലത്ത് വീണ് കിടക്കുന്നു. അയാൾ അതിനെടുത്ത് കയ്യിൽ നോക്കിയതും അത് പറന്നു പോകുന്നു. അതിനുശേഷം അയാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു കുട്ടിയെ അയാൾ തൊടുകയാണ്. അത്ഭുതം പോലെ ആ കുട്ടിയും എഴുന്നേൽക്കുകയാണ്. ശരിക്കും ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഇതിനു മുന്നത്തെ ദിവസം അയാൾ ഒരു പാർക്കിൽ നിൽക്കുമ്പോൾ വലിയൊരു പ്രകാശത്തോടെ എന്തോ അവിടെ വന്ന് തെറിച്ചു വീഴുകയാണ്. അയാൾക്കൊപ്പം അവിടെ ഒരു പയ്യനുമുണ്ടായിരുന്നു. പക്ഷെ അവിടെ മറ്റാരൊക്കെയോ നിൽക്കുന്നതായി അവ്യക്തമായി കാണാമായിരുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും ഇതുപോലെ പവർ കിട്ടിയിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ വിരൽ കൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന പവറായിരുന്നു കിട്ടിയത്. ആ പവർ കിട്ടിയതും അവനൊരു കൊല നടത്തുകയാണ്. അത് ആളുകൾ അറിയുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. മനോവിഷമത്തിൽ അവൻ്റെ അമ്മ മരിച്ചു പോകുന്നു. അതോടെ എല്ലാവരോടും ദേഷ്യം തോന്നിയ അവൻ TV-യിലും ഫോണിലുമെല്ലാം ലൈവായി വന്ന് ആളുകളെ കൊല്ലുകയാണ്. ഇതറിഞ്ഞ അദ്ദേഹം അവനെ തടയുകയാണ്. അവർക്ക് 2 പേർക്കുമിടയിൽ വലിയൊരു ഫൈറ്റ്